പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിങ്ങൾ ഈ പ്രാവ് പറത്തൽ മത്സരം കണ്ടിട്ടുണ്ടോ? ഏറ്റവും ദീർഘനേരം പറക്കുന്ന പ്രാവാണ് വിജയിക്കുക. ചിലപ്പോൾ ദീർഘനേരം പറന്ന പ്രാവ് തോറ്റതായി പ്രഖ്യാപിക്കും. അതിന് കാരണം കൃത്യമായ ഇടവേളകളിൽ, അരമണിക്കൂർ ഇടവേളകളിൽ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് ആ പ്രാവിനെ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് എത്ര നേരം പറന്നാലും അത് തോറ്റതായിട്ടാണ് കണക്കാക്കുക. ആ പ്രാവ് മത്സരത്തിൽ അല്ലെങ്കിൽ ആ പ്രാവിനോട് നമുക്കൊരു മാതൃകയുണ്ട്. നമ്മൾ എത്ര വലിയ നേതാക്കളായാലും, എത്ര വലിയ തിരക്കുള്ള ആളുകളാണെന്ന് വെച്ചാലും, നമ്മൾ സ്വന്തം നാട്ടിൽ കൃത്യമായ ഇടവേളകളിൽ നമ്മളെ കാണേണ്ടതുണ്ട്. ചില സ്ഥാനാർത്ഥികൾ തോറ്റാൽ പോലും, മത്സരത്തിൽ രണ്ടിലൊരു സ്ഥാനാർത്ഥി തോൽക്കും, പക്ഷെ സ്വന്തം ബൂത്തിൽ തോറ്റാൽ അത് പ്രത്യേകിച്ച് ചർച്ചയാകാൻ കാരണം ഈ പ്രാവിൽ നിന്നും നമ്മൾ ആ പാഠം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. എത്ര ഉയർച്ചയിലെത്തിയാലും, എത്ര ഉയർന്നു പറന്നാലും സ്വന്തം നാട്ടിൽ കൃത്യമായ ഇടവേളകളിൽ കണ്ടില്ലെങ്കിൽ ആ ദീർഘനേരം പറന്ന പ്രാവ് തോറ്റുപോയ മാതിരി നമ്മളും തോൽക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.